ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് അൺബോക്സിങ് അല്ലെങ്കിൽ പരിചയപ്പെടാൻ പോകുന്ന നമ്മുടെ നോയ്സിൻ്റെ റപ്പ് ബ്രാൻഡാണ്. റപ്പ് എന്ന് പറഞ്ഞാൽ ബാൻഡ് സ്മാർട്ട് ബാൻഡ്, നമ്മുടെ ഗൂഗിൾ ഫിറ്റ്ബിറ്റ് എയർ, വൂപ്പ് എന്നൊക്കെ ഉണ്ടല്ലോ. അവരുടെ ഒരു സൈഡിലേക്ക് വന്നിരിക്കുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ആണ് നമ്മുടെ ഒരു ഇന്ത്യൻ ബ്രാൻഡ് സൈഡിൽ നിന്ന് നോയ്സിൻ്റെ. ഞാനത് ആക്ച്വലി ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് ആറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇതിൻ്റെ അൺബോക്സിങ്, ശരിക്കുള്ള അൺബോക്സിങ് നമ്മുടെ മെയിൻ ചാനൽ ഗുഡ് ഹാപ്പിൻസ് എന്ന ചാനലിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യലിസ്റ്റ് ആണ്. നമ്മുടെ ടെക് ലിമിനൻസ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. നമ്മുടെ മെയിൻ ചാനൽ ഗുഡ് ഹാപ്പിൻസ് ചാനലൊന്ന് ഫോളോ ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട. ഇതും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട, ലൈക്ക് അടിക്കാനും ഹൈപ്പ് അടിക്കാനും മറക്കണ്ട. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബോക്സിങ് കളറൊക്കെ വന്നിരിക്കുന്നത് നോയ്സിൻ്റെ. ഇത് 4 കളറിൽ അവൈലബിൾ ആണ്. ബ്ലാക്ക്, ബ്ലൂ, പിന്നെ ഒരു ചന്ദന കളർ പോലത്തെ സാധനമുണ്ട്, പിന്നെ ഒരു ഓറഞ്ച് ഉണ്ട്. അങ്ങനെ 3-4 നമുക്ക് അവൈലബിൾ ആണ്. ഇത് 9,999 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കേട്ടോ. ഫസ്റ്റ് സെയിൽ 4-ാം തീയതി ആയിരുന്നു, ഓഗസ്റ്റ്. എല്ലാം സെൽ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്കൊരു എക്സ്ട്രാ ഒരു എക്സ്ട്രാ ഒരു ബാൻഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. ബ്ലൂ കളർ ബാൻഡ് കണ്ടു, അതിൻ്റെ ബോക്സ് ആണത്. ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് അവരെ റപ്പ് എന്ന് പറയുന്നത് ഇതാണ് അവരുടെ റപ്പിൻ്റെ ഫുൾ ഫോം. എന്താണ് റിക്കവർ എലിവേറ്റ് പെർഫോം, അതാണ് അതിൻ്റെ പേര് വരിക. അപ്പോൾ അൺബോക്സിങ് എക്സ്പീരിയൻസ് ഒക്കെ സൂപ്പറായിരുന്നു. ഇതിനുള്ളിൽ നമുക്ക് ബാൻഡ് ഉണ്ടായിരുന്നു. ചാർജിങ് ആയിട്ട് നമുക്കൊരു ഡോക്ക് വരുന്നുണ്ട്, അതിലൊരു ടൈപ്പ് സി കേബിളും വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, ഇതിനുള്ള ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് നമ്മുടെ അൺബോക്സിങ് എക്സ്പീരിയൻസ് പറയാനുള്ളത്. പിന്നെ ഞാൻ ബോക്സ് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം. അത് നടയി ബോക്സേ. ബോക്സിൻ്റെ ഫുൾ ഓവർവ്യൂ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഫ്രണ്ട് സൈഡ് വരുന്നത്, ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. അതിൻ്റെ പടങ്ങളൊക്കെ ആയിട്ട്, പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ജസ്റ്റ് ആ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ MRP ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവർ, നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഫുള്ളി മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ് കേട്ടോ. ഡിസൈൻഡ് ബൈ നോയ്സ് ഇൻ ഇന്ത്യ, കൺട്രി ഓഫ് ഒറിജിൻ ഇന്ത്യ കേട്ടോ. മാനുഫാക്ചർഡ് ബൈ സ്റ്റെല്ലാക് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഉത്തർപ്രദേശ്. പക്ഷേ ഇതിൻ്റെ MRP പറയുന്നത് 10,999 രൂപയാണ്. ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് 9,999 ആണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു സ്ട്രാപ്പ് ഉണ്ടല്ലോ, ഈ ബ്ലൂ കളർ സ്ട്രാപ്പ്, ഇത് ആക്ച്വലി മെയ്ഡ് ഇൻ ചൈനയാണ്. അതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കൂടെ കാണാം. ഇതിൻ്റെ സെപ്പറേറ്റ് ഒക്കെ ഇപ്പോൾ അത് വാങ്ങിക്കാനൊക്കെ കിട്ടും, പക്ഷേ ഇപ്പോൾ ഇത് ഫുൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കേട്ടോ. ഇത് ആക്ച്വലി 7 ദിവസം വേണം നമുക്കിത് ഫുള്ളി കാലിബ്രേറ്റ് ആവാൻ. അപ്പോൾ അതിൻ്റെ ഫുൾ റിവ്യൂ വീഡിയോ നമ്മൾ മെയിൻ ചാനലിൽ ഇടും. കൂടെ അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് ബാൻഡ് വരുന്നത് കണ്ടോ. ഇതാണ് ബാൻഡ് വരുന്നത്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ ലുക്കൊക്കെ നമ്മുടെ വൂപ്പിൻ്റെ അതേ ലുക്കാണ്. നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ നോയ്സിൻ്റെ ചെറിയൊരു ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ കാണാം. സ്ട്രാപ്പും നല്ല ക്വാളിറ്റി സ്ട്രാപ്പാണ്, വെൽക്രോ സ്ട്രാപ്പാണ് കേട്ടോ. അത്യാവശ്യം എല്ലാവർക്കും നോയ്സിൻ്റെ ബ്രാൻഡിങ് ഇവിടെ ചെറുതായിട്ട് വേറെ എണ്ണം നിങ്ങൾക്ക് ഇവിടെ കാണാം കേട്ടോ. മെറ്റാലിക് ആയിട്ട് ഇങ്ങനെ നമുക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഞാൻ കെട്ടി കാണിച്ചു തരാം. ഇങ്ങനെ ഇടുക, ഈസിയാണ്. ചാർജിങ്ങും നമുക്ക് ഓൾമോസ്റ്റ് ഒരു 10 ദിവസം 7 ദിവസമൊക്കെയാണ് കിട്ടുക. ഇത് ഇനീഷ്യൽ ഡേയ്സ് ആണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല. ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുന്നത് എനിക്ക് ഫുൾ ചാർജ് ആവാൻ ഓൾമോസ്റ്റ് ഒരു 1 hourൻ്റെ താഴെ എടുക്കുന്നുണ്ട് കേട്ടോ, ഫസ്റ്റ് ചാർജ് ചെയ്തപ്പോൾ. പിന്നെ ചാർജിങ് ഡോക്ക് മാത്രം ഉള്ളൂ, ഞാൻ പവർ ബാങ്ക് ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കെട്ടിയാൽ മതിയുണ്ടോ, ലെഫ്റ്റിലോ റൈറ്റിലോ എവിടെ വേണമെങ്കിൽ കെട്ടാം. അപ്പോൾ ഇതിൻ്റെ ഇനി ആക്ച്വലി എനിക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത് ഇവരുടെ ആപ്പ് ഒരു 1.5 ആപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. ഗൂഗിൾ ഹെൽത്തിനായിട്ടും എനിക്ക് ഇവരുടെ ആപ്പ് എനിക്ക് സത്യം പറഞ്ഞ് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. ഞാൻ ആപ്പ് കാണിച്ചു തരാം. അപ്പോൾ ഇന്നലെ ഉറങ്ങിയതിൻ്റെ ഡീറ്റെയിൽസും കാണുക. അത് കറക്റ്റായിട്ട് 7 ദിവസം വേണമെന്ന് ഓൾറെഡി നമ്മൾ പെയർ ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ട് കാലിബ്രേഷൻ ആവാൻ. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഫുൾ റിവ്യൂ നമ്മൾ കാണിക്കുക. അതാണ് എൻ്റെ ആപ്പിനുണ്ടോ. ഇനീഷ്യൽ ഹോം പേജാണ്. കിടിലൻ ആപ്പ് എന്ന് പറയാൻ പറയട്ടെ. ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ല ഇങ്ങനൊരു കിടിലൻ ആപ്പ് ഉണ്ടായിരിക്കുന്നു. ഫസ്റ്റ് തന്നെ അവരൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. സ്ലീപ്പ്, റിക്കവറി, ഇഫേർട്ട്, അതാണ് 3 മെയിൻലി കാണിക്കുന്നത്. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് സ്ലീപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്ലീപ്പ് സ്കോർ ഉണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസും കാണാൻ കിട്ടും. പിന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹാർട്ട് റേറ്റ്. അപ്പോൾ ആക്യുറസി ഫുള്ള് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഓൾമോസ്റ്റ് ആക്യുറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു വല്ല ലോക്കൽ ചൈനീസ് സാധനം ഇറക്കിയിട്ട് സ്ഥിരം പരിപാടി അങ്ങനെയാണല്ലോ. ബോട്ടും ഫയർ ബോൾട്ടും നോയ്സൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോഴും അവരെ കുറേ വാച്ചുകളൊക്കെ ചൈനീസ് സാധനം തന്നെയാണ്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല ഫുള്ളി മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആക്യുറസി ഒക്കെ കിട്ടുന്നുണ്ട്. ഇനി ഫുള്ളി ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് ആ കാലിബ്രേഷൻ കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും, ഓൾറെഡി കാണിക്കുന്നുണ്ട്. 7 ദിവസം കാലിബ്രേഷൻ ആയി കഴിഞ്ഞാൽ നമുക്കത് കാണുള്ളൂ ഫുള്ളായിട്ട്. കാലിബ്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർസ് ഒക്കെ സെലക്ട് ഇവർ നോക്കുന്നുണ്ടോ, ഇവിടെ കാണുന്നുണ്ടായിരിക്കും. അവിടെ കാണിക്കുന്നുണ്ട്. കാലിബ്രേറ്റിംഗ് ആണ്. 7 ദിവസം വേണം. കമ്മിങ് സൂൺ. SpO2 ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇല്ല, കമ്മിങ് സൂൺ ആണ്. അതും അതിൻ്റെ സെൻസറോട് വരുന്നുണ്ട്. അതുപോലെ തന്നെ വാക്കിംഗ് ആയിക്കോട്ടെ. വാക്കിംഗ് നമ്മളിപ്പോൾ ഇന്ന് കാലത്ത് ഞാൻ വാക്ക് ചെയ്തതാണ് 1.33 കിലോമീറ്റർ. ഞാൻ ആക്ച്വലി നമ്മുടെ Amazfitൻ്റെ വാച്ചും കിട്ടിയിട്ടുണ്ടായിരുന്നു, TRX 3. ഇത് Amazfitൻ്റെ ഈ TRX സീരീസിൻ്റെ ഹെൽത്ത് ട്രാക്കിങ്ങിന് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതും ബഡ്ജറ്റ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം എടുത്താൽ മതി. സ്മാർട്ട് വാച്ചിൽ കിടിലൻ ആക്യുറസിയാണ് സാധനത്തിന്. നിങ്ങൾക്ക് ഗാർമിനൊക്കെ വെച്ച് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം.
കുറേ പേര് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഇതിലും കറക്റ്റ് 1.3 തന്നെയാണ് വന്നത്. അപ്പോൾ അത് ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആണ് വർക്കിംഗ് ഒക്കെ. അപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി സത്യം പറയുമ്പോൾ. ഞാൻ ഈ പ്രൈസ് കൊടുത്തതെന്ന് വെച്ചാൽ 10,000 രൂപയുണ്ടേ. ഗൂഗിൾ ഫിറ്റ്ബിറ്റ് എയറിൻ്റെ പ്രൈസ് ഉണ്ട്. ഒന്നാമത് ആ സാധനം ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നുണ്ടോ എന്ന് കൺഫേം ആയിട്ടുണ്ടാകുന്നില്ല ഇപ്പോൾ, പക്ഷേ അത് വന്നിട്ടുണ്ട്, ലോഞ്ച് ആവുന്നുണ്ടെന്ന്. ഒക്ടോബറിൽ സംതിങ് ആയിട്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. 15,000 പ്രൈസ് പറയുന്നത്. പക്ഷേ ഭയങ്കര ലേറ്റാണ്. ഞാൻ ഗൂഗിൾ ഫിറ്റ് എയർ വെയിറ്റ് ചെയ്ത് ഞാൻ പറയുമ്പോൾ അവർ USA ആമസോൺ USAയിലേക്ക് പോയിട്ട് ഓർഡർ ചെയ്തു. അവിടെയും ഷിപ്പ് ആവുന്നില്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് നിവൃത്തിയിലാണ് ചെയ്തതാണ്. അപ്പോൾ ഡൗട്ടായിട്ട് ചെയ്തതാണ്. ഞാൻ ഇങ്ങനത്തെ ബ്രാൻഡുകൾ ഞാൻ നോക്കാറില്ല. ചെറുമാരെ പരിപാടി എനിക്ക് അറിയാമല്ലോ, അവരുടെ ബിസിനസ് മോഡലാണ്. ചൈനയിൽ നിന്ന് 500 രൂപയ്ക്ക് വാങ്ങിക്കും, ഇവിടെ 2,000 രൂപയ്ക്ക് കൊടുക്കും. അതിൽ 500 രൂപ അവർ ക്രിക്കറ്റേഴ്സിനും ഇതിലും കൊടുക്കും. ബാക്കി ഇപ്പോൾ 1000 രൂപ ലാഭമാണല്ലോ. അതാണല്ലോ ബോട്ടും ഫയർബോൾട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനാണല്ലോ ബോട്ടൊക്കെ വലുതായത്. പറയുമ്പോൾ ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ വേറെ കാര്യം. ആ പരിപാടിയൊക്കെ നിർത്തി. ആദ്യം കുറേ ബോധമില്ലാത്ത ആൾക്കാർ ഇത് വാങ്ങിച്ചെങ്കിലും പിന്നെ അത് കഴിഞ്ഞു, അവരുടെ സ്റ്റോക്ക് കഴിഞ്ഞു. അതിലൂടെ അവരുടെ കമ്പനി പരിപാടി തീരുമാനമായി. അപ്പോൾ അതാണ് ഇപ്പോൾ സ്മാർട്ട് ഫോൺ മാർക്കറ്റ്, സ്മാർട്ട് വാച്ച് മാർക്കറ്റൊക്കെ ഫുൾ ഡൗൺ ആയല്ലോ. അപ്പോൾ ഗൂഗിൾ ഫിറ്റ്ബിറ്റ് ആറ് കുറേ പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, എനിക്കറിയാത്. എനിക്ക് തന്നെ കുറേ പേര് മെസ്സേജ് അയച്ചു. ഞാൻ അങ്ങനെയാണ് ലാസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആമസോണിൻ്റെ USA സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്തത്. പക്ഷേ അവിടെ നിന്നും കിട്ടാനില്ല. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ചെയ്തതാണ്. പക്ഷേ ഇത് ഞാൻ എന്നെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷേ നല്ല പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നി. ഫുള്ളി അക്യുറസി നമ്മളെന്തായാലും സാംസങ് വാച്ചായിട്ട് മെയിൻ വാച്ചായിട്ട് സാംസങ് റിംഗ് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് സ്ലീപ്പ് ട്രാക്കിങ് കുറച്ച് കൂടുതലാണ്. നമ്മുടെ സ്ലീപ്പ് ഇപ്പം മിക്ക ആൾക്കാരുടെയും സ്ലീപ്പൊന്നും കറക്റ്റ് അല്ലല്ലോ. സ്ലീപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഫുൾ ടൈം ഉപയോഗിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇത് എന്ത് റേഡിയേഷൻ ഇല്ല എന്ന് പറഞ്ഞാലും പറയുമ്പോൾ ലോ ഫ്രീക്വൻസി റേഡിയേഷനൊക്കെയാണ്. പക്ഷെ എന്നാലും ഇതിൻ്റെ കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് സേഫ് അല്ല കംപ്ലീറ്റ്ലി. ആപ്പിൾ വാച്ച് അടക്കം സാംസങ് വാച്ച് അടക്കം ഫുൾ ടൈം 24 hour കിട്ടുന്നത് സേഫ് അല്ല പറഞ്ഞിട്ട് ഇഷ്ടം പോലെ യൂറോപ്പിലൊക്കെ അതിൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഗൂഗിളിലോ യൂട്യൂബിലൊക്കെ അടക്കം കാണാം. എന്ത് ലോ ഫ്രീക്വൻസി ശരിക്കും നമ്മുടെ DNA ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ ശരിയാണ്. പക്ഷേ അതല്ലാണ്ട് കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫുൾ ടൈം കെട്ടാറില്ല. പക്ഷെ എനിക്കിത് ശരിക്കും ഒരു എന്താ പറയുക സർപ്രൈസ് ആയിട്ട് തന്നെ തോന്നിയെന്ന് പറയാം. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും കാശ് മുടക്കി. എനിക്ക് ആക്ച്വലി കിട്ടിയത് 7,000 രൂപയ്ക്കാന്ന് വെച്ചാൽ പ്രീ ബുക്ക് ചെയ്ത കാരണം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എക്സ്ട്രാ ബാൻഡ് കിട്ടി. 7,000 രൂപ കൊടുത്തിട്ട് പോലും 7,000 രൂപയ്ക്ക് പോലും എനിക്കിത് ഓർഡർ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നില്ല. എന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും കാശ് പോകുന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷേ വിചാരിച്ച പോലെ അല്ല കേട്ടോ. കുറച്ച് ക്വാളിറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആക്യുറസിയുടെ സംഭവം നമ്മളിത് കറക്റ്റ് 7 days കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്തിട്ട് പറയാം. അപ്പോൾ ഇതുവരെയായിട്ട് സംഭവം എനിക്ക് സാറ്റിസ്ഫൈ ആയിട്ട് തോന്നി. ഞാൻ പ്രതീക്ഷിക്കാത്തതിനായിട്ടും കൂടുതൽ സംഭവം ക്വാളിറ്റി വൈസ് ആയിക്കോട്ടെ, ബോക്സ് വൈസ് ആയിക്കോട്ടെ, ആക്യുറസി വൈസ് ആയിക്കോട്ടെ, ആപ്പ് വൈസ് ആയിക്കോട്ടെ, എല്ലാം ഞാൻ പ്രതീക്ഷിച്ചായിട്ടും ഒരു 2 പടി മുമ്പിൽ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പ്രമോഷൻ ഒന്നുമല്ല, കാശ് കൊടുത്ത് വാങ്ങിച്ചാണേ. ഓൾറെഡി നമ്മുടെ മെയിൻ ചാനൽ ഗുഡ് ഹാബിറ്റ്സ് എന്ന ചാനൽ ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കാൻ മറക്കണ്ട. ലൈക്ക് അടിക്കാനും ഹൈപ്പ് അടിക്കാനും മറക്കണ്ട. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത കാണാം.